കർണാടക കാർവാറിൽ ദേശീയപാതയിൽ കാളിപ്പാലം തകർന്ന് പുഴയിൽ വീണ ലോറി ഉയർത്തുകയാണ്. ദൗത്യം അവസാന ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ് പറയൂ. ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കേവലം 1 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ ഒരു ലോറിയുടെ പിൻഭാഗമൊക്കെ തന്നെ നമ്മൾക്ക് കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഏറെ ഭാരമുള്ള ഒരു എഞ്ചിൻ അടങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ മുകളിലേക്ക് ഇനി എത്തിക്കാനുള്ളത്. അതും അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ തഹസിൽദാർ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഒരുപക്ഷെ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അത് വേറെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നമ്മൾ ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ 7 മണി വരെയൊക്കെ തന്നെ ഇത്തരത്തിൽ ജില്ലാ ഭരണാധികാരികളൊക്കെ തന്നെ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഇങ്ങനെയുള്ളൊരു ദൗത്യത്തിന് നേതൃത്വം നൽകുന്നു എന്ന് പറയുന്നത് ഷിരൂർ ദൗത്യത്തെ സംബന്ധിച്ച് നമുക്ക് പറയുമ്പോൾ വലിയൊരു താരതമ്യങ്ങൾക്ക് പോലും ഭാവിയിൽ സാധ്യതയുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പക്ഷേ എന്തായാലും അവിടെ നിന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തിന് ഭാഗത്ത് കിട്ടുന്ന പിന്തുണയൊക്കെ തന്നെ തുറന്നായിരിക്കും. ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ ഈ 3 തവണ 2 തവണ വടം പൊട്ടി 3ാമത്തെ തവണ ഒരു വടം വെച്ച് അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഏറെ ദുഷ്കരമായിട്ടുള്ള ഒരു മിഷൻ ഇപ്പോഴും പൂർത്തീകരിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് മാൽപ്പേ സംഘത്തിനും NDRFനും എത്താൻ കഴിയുന്നു എന്നുള്ളത് ഏറെ നമ്മൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ ഷിരൂർ ദൗത്യത്തിന് പോലും വലിയ ഊർജ്ജമായി മാറുന്ന ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും അവസാന ഘട്ടത്തിലാണ്. ഏറെക്കുറെ ലോറി പൂർണ്ണമായും കരയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ.